സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ പണമില്ല. ഓരോ സ്റ്റേഷനിലും പെട്രോൾ പമ്പുകളിൽ ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ട്. റൂറൽ മേഖലയിലാണ് പമ്പ് ഉടമകൾക്ക് കൂടുതൽ പണം കിട്ടാനുള്ളത്. ഇന്ധനം നിറയ്ക്കാൻ പ്രൈവറ്റ് വ്യക്തികളിൽ നിന്ന് പോലും പണം വാങ്ങേണ്ട ഗതികേടിലാണ് കേരള പോലീസ് എന്ന വാർത്തകൾ പ്രചരിക്കുന്നു. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചെന്നു. റിനു, ഗുഡ് മോർണിംഗ്. ഈ പോലീസിനെ വിളിച്ചുകൊണ്ട് വരാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ആൾക്കാർ ഇനി വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പൈസ കൂടി അന്വേഷിക്കേണ്ട അവസ്ഥയായോ? ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് തിരുവനന്തപുരം SAP ക്യാമ്പിൽ വെച്ച മുഖ്യമന്ത്രി ഏകദേശം 150ഓളം അത്യാധുനിക സൗകര്യമുള്ള വാഹനങ്ങൾ പോലീസിന് നൽകിയത്, ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത്. ഇവിടെ വെച്ചാണ് ഒരു പോലീസുകാരൻ വളരെ സങ്കടത്തോടു കൂടി നമ്മളോട് പറഞ്ഞത്, ഇന്ധനമടിക്കാൻ പണമില്ലാതെ ഈ വാഹനം എന്തിനാണ് സാർ എന്നുള്ളൊരു ചോദ്യം. ഈ ചോദ്യത്തിന്റെ പിന്നാലെയുള്ള അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. സംസ്ഥാനത്തെ റൂറൽ മേഖലകളിൽ ലക്ഷക്കണക്കിന് രൂപയാണ് പെട്രോൾ പമ്പുകളിൽ ഈ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നൽകാൻ ഉള്ളത് എന്നുള്ളതാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് 10 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ഈ പെട്രോൾ പമ്പ് ഉടമകൾക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ ഇന്ധനം നൽകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനുകളിലെ SHOമാർ വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. ഈ SHOമാർ ഇപ്പോൾ കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം, ഇല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളെ ആശ്രയിച്ച് അവരിൽ നിന്ന് പണം വാങ്ങി പോലീസ് സ്റ്റേഷനുകളിലെ വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടുന്ന ഒരു സാഹചര്യം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു എന്ന് വിളിച്ചു പറയുമ്പോൾ അവരോട് ഇന്ധനം നിറയ്ക്കാൻ കാശ് കൂടി ആവശ്യപ്പെടേണ്ട ഒരു ഗതികേട് എന്നുള്ളതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഈ സ്വകാര്യ മേഖലകളിലെ സഹായം അഭ്യർത്ഥിക്കുന്നത് വളരെ ഗതികേടാണ് എന്നുള്ളതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പങ്കുവയ്ക്കുന്നത്. ഈ സാഹചര്യത്തിലും അത്യാധുനിക സൗകര്യമുള്ള ആഡംബര വാഹനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നുണ്ട് മുഖ്യമന്ത്രി, സംസ്ഥാന സർക്കാർ, അതിൽ നന്ദിയുണ്ട്. പക്ഷേ ഇന്ധനം അടിക്കുവാനുള്ള പൈസ കൂടി നൽകണം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ റൂറൽ മേഖലകളിൽ ആണ് ഈ പെട്രോൾ പമ്പുകളിൽ എത്തി സ്വകാര്യ പമ്പുകളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുക. മാസാമാസം ബില്ലുകൾ AR ക്യാമ്പിലും അതുപോലെ തന്നെ SP ഓഫീസിലും നൽകി പണം മാറി നൽകുക. പക്ഷേ നിലവിൽ മാസങ്ങളായി ഇത്തരത്തിൽ പണം ലഭ്യമാകുന്നില്ല പമ്പുടമകൾക്ക്. അതുകൊണ്ട് തന്നെ അവർ പെട്രോൾ നൽകുവാൻ അല്ലെങ്കിൽ ഡീസൽ നൽകുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇവരോട് പ്രതികരണം ആരാഞ്ഞിരുന്നത്, പക്ഷേ പോലീസാണ് അതുകൊണ്ട് തന്നെ പ്രതികരിക്കുവാൻ തയ്യാറല്ല എന്നുള്ളതാണ് പമ്പുടമകൾ പറയുന്നത്. ഉദ്യോഗസ്ഥർക്കും പ്രതികരിക്കാൻ വിഷമമുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.